ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറെ കാലമായി ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇത് എടുത്തൊരു വ്ളോഗാണ്, ചെറിയ വ്ളോഗാണ്. ഞാൻ നാഷണൽസിൽ പോണ ഒരു വ്ളോഗാണ്. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിന്റെ ഒരു വ്ളോഗാണിത്. മൊത്തം 13 പേരായിരുന്നു നാഷണൽസ് ഉണ്ടായിരുന്നത്. ഞങ്ങളിങ്ങനെ വണ്ടി വിളിച്ചിട്ടാണ് പോയത്. എല്ലാവരും ഒരു ഉച്ച നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ എത്താൻ വേണ്ടി, തിരുവനന്തപുരത്ത് നേരത്തെ എത്താൻ വേണ്ടി ഉച്ചയ്ക്ക് ഇറങ്ങിയത്. പക്ഷെ നേരം വൈകിട്ടാണ് എത്തിയത്. അങ്ങനെ 1 ഇയർ ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും നാഷണൽസിൽ പോണത്. കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനും കാര്യം, പിന്നെ ഫിസിക്കലി ഞാൻ ഒട്ടും വയ്യായിരുന്നു. വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വീക്കായിരുന്നു ഞാൻ. അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയത്. പപ്സും കാര്യങ്ങളൊക്കെ കഴിച്ചത്. അങ്ങനെ നൈറ്റ് ആയി. കുറെ ദൂരമുണ്ട്, 8 ഹവേഴ്സോളം ട്രാവൽ ഉണ്ടല്ലോ തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾക്ക്. അപ്പോ എത്തുമ്പത്തിന് ടയേർഡ് ആയിരുന്നു. ഇങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾ മിക്ക സ്റ്റേറ്റ് നാഷണൽ തിരുവനന്തപുരത്ത് പോകുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് പോവാറ്. തിരിച്ചു വരുമ്പോൾ സന്തോഷം, നമ്മള് പ്രൈസ് ഒക്കെ അടിച്ച് പാട്ടും ഡാൻസ് ഒക്കെ വെച്ച് അങ്ങനെ വരിക. ഞാനിങ്ങനെ കുറെ നേരം ലൈറ്റ്സ് ഒക്കെ നോക്കി കുറെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടൊക്കെ ഞാൻ ഇരുന്നിരുന്നത്. അങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടി നിർത്തി. ഞങ്ങള് എന്നും ടിപ്പിക്കൽ പൊറോട്ട, കറി എന്തെങ്കിലും മേടിക്കാറ്. ഞങ്ങളിന്ന് കുറച്ച് പേരുള്ളതുകൊണ്ട് അൽഫാമാണ് വാങ്ങിച്ചേ. ജില്ല, സ്റ്റേറ്റ്, നാഷണൽ, അങ്ങനെയാണ് നാഷണൽ വരിക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാഷണൽ ഗെയിംസ് അല്ലെങ്കിൽ ഖേലോ ഇന്ത്യ വരിക. അപ്പൊ ഇത് നല്ല നാഷണലാണ്, നാഷണൽ ചാമ്പ്യൻഷിപ്പ് ആണ്. ഇത് കഴിഞ്ഞിട്ടാണ് നാഷണൽ ഗെയിംസിലേക്കൊക്കെ സെലക്ഷൻ കിട്ടുക. അപ്പൊ അതിന്റെ മത്സരമായിരുന്നു ഇത്. വ്ളോഗ് എടുക്കാം. അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് മോർണിംഗ് ആയി, പിറ്റേ ദിവസമായി. ഇന്നലെ വന്നപ്പോൾ തന്നെ ചാർജ് ഉണ്ടായിരുന്നില്ല, ഫോൺ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു വീട് എടുത്തിക്കാണ് അവിടെ ആക്ച്വലി തിരുവനന്തപുരത്ത്. നമ്മളവിടെയാണ് സ്റ്റേ. 3 ദിവസം ഇവിടെ തന്നെ ആയിരിക്കും. യൂണിഫോമൊക്കെ മാറ്റി റെഡി. പക്ഷേ ഇതല്ല യൂണിഫോം വേറെയാണ്. വണ്ടികളെല്ലാം ഉണ്ട്. യൂണിഫോം വേറെയാണ്. അപ്പോൾ അതിന് മാറ്റാതെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ജേഴ്സി കിട്ടുക. പറ്റാത്ത ഞാൻ ഷൂട്ട് ചെയ്യാം. ഇന്ന് തന്നെ ഞങ്ങൾ പരിപാടി. ഫസ്റ്റ് ദിവസം സീനിയേഴ്സിൻ്റെ പരിപാടിയാണ്, സെക്കൻഡ് ജൂനിയേഴ്സ്, പിന്നെ സബ് ജൂനിയേഴ്സ്. ഇന്ന് തന്നെ ഞങ്ങളെ പരിപാടി കഴിയേണ്ടതാണ്. നോക്കാം. അപ്പോൾ അത്രയുള്ള എല്ലാവരും മാറ്റാണ്, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്. കാണാം. വെറുതെ നിൽക്കാം. വലിയ ഉഷാറുണ്ട്, പക്ഷെ ഭയങ്കര ടെൻഷനുണ്ട്. എന്താവും എന്തോ. ഇനിയിപ്പോൾ അടുത്ത നാഷണലൊക്കെ എവിടെ ആവും, അല്ലെങ്കിൽ അടുത്ത നാഷണൽ ഇറങ്ങാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. കേട്ടൊന്നോ എൻ്റെ ഫസ്റ്റ് മക്കളെ വരെ വെയിറ്റ് ചെയ്യാം. ഞങ്ങളിതാ മത്സരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സീനിയേഴ്സിന്റെ കോമ്പറ്റീഷൻ. അത് ഞാൻ പറഞ്ഞേ. എന്തെല്ലാം പറ നന്ദോ, ടെൻഷൻ ഉണ്ടാ? കാണില്ലേ? ഞാൻ കറുത്തുണ്ടാവൂലേ? ഇങ്ങനെ തുള്ളിച്ചാടിയിട്ടാണ് കോമ്പറ്റീഷന് പോയത്. പക്ഷെ എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സും അതുപോലെ തന്നെ വയ്യായും, തീരെ ഒരു ഉഷാറുണ്ടായിരുന്നില്ല എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ. പിന്നെ എന്തായാലും പറ്റണല്ലോ, നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് പോകും. എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ, ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് കുറെ കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം ഉണ്ടായത്. ഫസ്റ്റ് റോൾ തന്നെ ഞങ്ങളാണ്. ഇവളറ്റാണ് ഞാൻ പയറ്റേണ്ടത്. റെസ്റ്റ് ഇൻ പീസോ? പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കണം. ഞങ്ങൾ ജേഴ്സി കിട്ടിയിട്ട് നല്ല തുടങ്ങണ്ടോ.
എന്റെ മുഖത്തെ നല്ല ക്ഷീണം. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേഡിയത്തിന്റെ കോർണറിൽ എല്ലാവരും കൂടിയിട്ട് ഇരിക്കുക ചെയ്തത്. അവിടെ തന്നെ ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ ഇരുന്നു. പിന്നെ നമ്മൾ ജേഴ്സി ഒക്കെ ഇട്ടാൻ വെയിറ്റ് ചെയ്തു. സീനിയേഴ്സിന്റെ ബൈറ്റ് ആയിരുന്നു ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും, എനിക്കും അർച്ചനക്കും നന്ദനക്കും അമ്മൂനുമാണ് ഉണ്ടായിരുന്നത് ഫസ്റ്റത്തെ ദിവസം ബൈറ്റ്. പിന്നെ കുറെ നേരം ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ ചില്ലാക്കാൻ നോക്കി. കാരണം 8 മണി വരെ രാവിലെ തൊട്ട് രാത്രി വരെ അവിടെ തന്നെയാണ്. അപ്പൊ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ചടക്കും കുറച്ച് കഴിഞ്ഞു. അങ്ങനെ കുറച്ചൊരു വൈബാക്കാന്നൊക്കെ വീട്ടിലങ്ങനെ ഇരിക്കും. പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന ഞങ്ങളെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ലഞ്ചിന് ചോറ്, മോരുകറി, മഞ്ഞ അച്ചാറ്, പിന്നെ ഉപ്പേരി, അവിയൽ, അങ്ങനെ ഫുൾ മഞ്ഞ. ഈ 3 ദിവസം ഞങ്ങൾക്ക് 3 ദിവസം പരിപാടി ആയിരുന്നു. 3 ദിവസം സെയിം ഫുഡായിരുന്നു. രാവിലെ ഇഡ്ഡലി സാമ്പാർ, ഉച്ചക്ക് ഇത്, രാത്രി ചപ്പാത്തിയും കുറുമക്കറിയായിരുന്നു. 3 ദിവസം കഴിച്ചിട്ട് വയ്യാണ്ടായി, ചടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജേഴ്സി കിട്ടി. ഇതായിരുന്നു ജേഴ്സി. ഓരോ ഇവന്റ് വിളിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവന്റ് വാളും പരിചയമാണ് ആദ്യം കഴിഞ്ഞത്. പിന്നെയായിരുന്നു എന്റെ ഉറുമി വീശൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ഞങ്ങൾ വിളിക്കാൻ. പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും ജേഴ്സി കിട്ടി. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അത്ര പ്രതീക്ഷ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി പ്രൈസ് അടിക്കുമോ, ഫസ്റ്റ് ആണോ സെക്കൻഡ്, അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായി പയറ്റണം എന്നുണ്ടായിരുന്നു. പക്ഷെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. വാളുമ്പോ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്രാക്ടീസിന്റെ കുറവുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ മാക്സിമം ഞങ്ങൾക്ക് എടുക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്തു എന്ന് പറയാം. വാളും പരിചയം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഉറുമി വീശലുണ്ടായിരുന്നു. ഉറുമി വീശലിന്റെ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പറ്റുന്ന പോലെ അൽഹംദുലില്ലാഹ് എടുക്കാൻ പറ്റി. പ്രൈസ് കിട്ടുന്നൊന്നും ഒരു ഉറപ്പോ ചാൻസോ ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉറുമി വീശല് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത്ര നേരം അവിടെ നിന്നില്ല. ഞാൻ അവിടുന്ന് സ്പോട്ടിൽ നിന്ന് ഞാൻ അവിടുന്ന് പോയി വേഗം ഫ്രഷ് ആവാൻ വേണ്ടി. കാരണം ഭയങ്കര ടയേർഡായിരുന്നു. അപ്പൊ ഫ്രഷ് ആവാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിന് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് റിസൾട്ട് വിളിച്ചപ്പോ ഉറുമി വീശല് ഫസ്റ്റ് ഉണ്ടായിരുന്നു. വാളും പരിചയക്ക് തേർഡ് ഉണ്ടായിരുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് വീഡിയോ എടുക്കേണ്ട വെറുതെ കാരണം എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇനിവേ നല്ല സന്തോഷമായി. അപ്പൊ ഇത്രയുള്ളൂ വ്ളോഗ്. അടുത്ത വ്ളോഗിലാകുന്നവർക്കും ബൈ ബൈ.